അയ്യോ കള്ളൻ കള്ളൻ ആരെങ്കിലും ഓടി വന്നേ. അയ്യോ ഞാൻ കള്ളനല്ല. എന്താന്നാ ഞാനും ചോദിച്ചത്. ഞാനും എന്താന്നാ ചോദിച്ചത്. കുന്തും ഇതിലെന്തോ കള്ളത്തരമുണ്ട്. അത് കണ്ടുപിടിക്കണം. എന്റെ പാലച്ചോട്ടിലിറങ്ങോലേ, എന്നെ അനുഗ്രഹിക്കണേ. ഇതെന്താടോ, കുറെ നേരമായല്ലോ. ചില അവാർഡ് സിനിമകളിലെ പോലെ നോ ഡയലോഗ്. എന്തെങ്കിലും പറ എന്റെ ഋതു. താൻ എന്താ മിണ്ടാത്തെ? വല്ലാതെ ടെൻഷനിലാണല്ലോ. ടെൻഷനേ ഉള്ളൂ. ലൈഫ് മുഴുവൻ ടെൻഷനാ. ഈ ടെൻഷന്റെ ഏക മെഡിസിനാണ് റിലേഷൻഷിപ്പ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അല്ലെങ്കിൽ റിലേറ്റീവ്സ്. ഏത് ടെൻഷനായാലും പരസ്പരം ഷെയർ ചെയ്യുമ്പോഴാ അത് പരിഹരിക്കപ്പെടുന്ന. അത് സോൾവ് ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യണം. തൻ്റെ മനസ്സിലെ ഇപ്പോഴത്തെ ടെൻഷൻ എന്താന്ന് ഞാൻ പറയട്ടെ. അതായത് വർമ്മ സാറിന്റെ തീരുമാനം എന്തായിരിക്കും? അതോർത്തല്ലേ തൻ്റെ ടെൻഷൻ? അതെ രാജു, അത് തന്നെയാ ടെൻഷൻ. ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിക്കണമെങ്കിൽ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മിനിസ്ട്രി വരണം. അച്ഛൻ CM ആവണം. അങ്ങനെ തന്നെ വരൂന്നേ. വർമ്മ സാറ് ഒഴിഞ്ഞു മാറാൻ നോക്കിയ മറ്റുള്ളവരെ സമ്മതിക്കൂ? ഇല്ല, സാറ് തന്നെയാ അടുത്ത മുഖ്യമന്ത്രി. ചേച്ചി, ഞാൻ വേറൊരു കാര്യം പറയാനാ ഇപ്പൊ വന്നത്. ഇവിടെ ആകുമ്പോ ഞാനും ചേച്ചി മാത്രമല്ലേ ഉള്ളൂ. അതാ ഇങ്ങോട്ട് വന്നത്. പറ മോനെ, എന്താ? എനിക്കറിയാം ചേച്ചിയുടെ മനസ്സ്. മകനെ ഓർത്ത് ചേച്ചി വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് ശരി, ഇവൻ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നതാ. ഇത് മാക്സിമം മുതലെടുക്കണം. അഭിനയിച്ചാ മതി, തകർത്ത് അഭിനയിക്കണം. ദീപകിനെ ഓർത്ത് ചേച്ചി വിഷമിക്കരുത്. വിഷമിക്കരുതെന്ന് പറഞ്ഞ ഞാൻ അവനെ പ്രസവിച്ചതല്ലേ. അവൻ എന്നോട് എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ. പക്ഷേ നിന്നോട് നന്ദികേട് കാണിച്ച എനിക്കത് സഹിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ ചേച്ചി? അവൻ ഇങ്ങനെ തലതെറിച്ചു പോകുന്നു നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? എടാ, അവനെ നമ്മുടെ 3 പേരുടെയും സ്വഭാവമല്ല. ആ നെറികെട്ട അവന്റെ തന്തയുടെ സ്വഭാവമാ. കൾച്ചർലെസ് ഫെലോ. അത് പോട്ടെ ചേച്ചി. ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ലാത്ത ആളിനെ കുറിച്ച് കുറ്റം ഒന്നും പറയണ്ട. എന്തും ആയിക്കോട്ടെ. പക്ഷേ അവൻ എന്നോട് ഇങ്ങനെ കാണിക്കാവോ? ഞാൻ അവനെ സ്നേഹിച്ച് വളർത്തിയതല്ലേ. സത്യത്തിൽ അവന്റെ ഗാർഡിയൻ ഞാനല്ലേ. അതാ മോനെ എനിക്ക് സഹിക്കാൻ പറ്റാത്തെ. അവൻ മറ്റാരോടും എന്നോട് തന്നെ പലതും കാണിച്ചാലും ഞാൻ സഹിക്കും. പക്ഷെ നിന്നോട് ഇത്രയും നന്ദികേട് കാണിക്കാൻ അവൻ എങ്ങനെ കഴിയുന്നു? അതാ എനിക്ക് മനസ്സിലാവാത്തെ. സ്വന്തം അച്ഛൻ ഉപേക്ഷിച്ചു പോയ അവനെ ഞാൻ എങ്ങനെ എത്ര കണ്ട് സ്നേഹിച്ച് വളർത്തിയതെന്ന് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ആ അവനാ എന്റെ ഇടനെഞ്ച് നോക്കി എന്നെ തൊഴിച്ചത്. മോനെ, നീ അവനോട് ക്ഷമിച്ചാലും ഞാൻ അവനോട് ക്ഷമിക്കില്ല. ഇനി ഈ ജന്മത്തിൽ എനിക്ക് ഇങ്ങനൊരു മകനില്ല. ഇരിക്കപ്പെണ്ടം വെക്കുന്നതൊക്കെ പഴയ ഏർപ്പാടാ. ഇല്ലെങ്കിൽ ഞാൻ അതുകൂടി ചെയ്തേനെ. എന്റെ ആങ്ങളുടെ ഹൃദയം തകർത്തവനെ
എനിക്കിനി മകനായിട്ട് വേണ്ട. എടാ, എനിക്ക് നീ കഴിഞ്ഞ മറ്റാരും ഉള്ളൂ. അവൻ ചെയ്തത് കുറച്ച് ക്രൂരമായി പോയി. പക്ഷേ ചേച്ചിക്ക് വേണ്ടി അവനോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. അതിന് എനിക്ക് കുറച്ച് സമയം വേണ്ടിവരും. എന്തായാലും ചേച്ചി സമാധാനപ്പെട്ടിരിക്കുക, അത്രേ പറയാനുള്ളൂ. ദൈവമേ, അവനിനി പാസ്പോർട്ട് എടുക്കാൻ വരുമല്ലോ. കൃത്യസമയത്തിന് ഈ ശല്യങ്ങൾ വന്നല്ലോ. ഇവരുള്ളപ്പോ അകത്തേക്ക് കയറുന്നത് വളരെ റിസ്കാ. ഇന്ന് പാസ്പോർട്ട് എടുക്കണ്ട, പോയിക്കാം. അയ്യോ, കള്ളൻ! കള്ളൻ! ആരെങ്കിലും ഒന്ന് ഓടി വന്നേ! ബാളം വയ്ക്കില്ലേ, ഞാൻ കള്ളനല്ല. ഞാൻ കള്ളനല്ല, ദീപക്ക. കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല. ഞാൻ കള്ളനല്ലെന്ന് പറഞ്ഞില്ലേ? എന്താ അത്?